ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബാച്ചിലർ സ്പെഷ്യൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ടിൻ ഫിഷ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. മുമ്പൊക്കെ ടിൻ ഫിഷൊക്കെ നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ലായിരുന്നു, നാട്ടിലൊന്നും കിട്ടില്ലായിരുന്നു, പുറത്തൊക്കെ കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും നാട്ടിലൊക്കെ എല്ലായിടത്തും കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് ട്യൂണ വെച്ചിട്ടുള്ള ടിൻ ഫിഷായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇതിപ്പം മത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് നമുക്കൊരു 3 വർഷമൊക്കെ കേടാവാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. 3 വർഷം പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓയിൽ തന്നെയാണ് പ്രിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറ് ഓയിൽ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ കൂടെ ചില്ലിയൊക്കെ ചേർത്തിട്ട് പ്രിസർവ് ചെയ്തതാണ്. പിന്നെ ആ ഒരു ബ്ലൂ ടൈപ്പ് ചില്ലിയൊന്നും ചേർക്കാതെ നോർമലായിട്ട് ഓയിൽ പ്രിസർവ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ടൂണ വെച്ചിട്ടുള്ള ടിൻ ഫിഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മത്തി വെച്ച് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു ടൈപ്പുള്ളൊരു ബോക്സാണ് കേട്ടോ. നമ്മൾ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഈ ടൂണ വെച്ചിട്ടുള്ളത് കാണുന്ന റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ ഇത് നല്ലൊരു റെക്റ്റാങ്കിൾ ബോക്സൊക്കെ ആയിട്ട് നല്ലൊരു ബോക്സാണ്. അപ്പോൾ ഞാനിതിപ്പം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു ഫിഷും ഓയിലും കൂടെ കാണിക്കുന്നത് 125 ഗ്രാമാണ്. ഇനിയിപ്പം ഓയിൽ മാറ്റിയിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 90 ഗ്രാമിൻ്റെ ഫിഷാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പം മത്തിയുടെ ഭയങ്കര ഒരു ഉളുമ്പ് മണം ഉണ്ടാവില്ല, ആ ഒരു മണമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ട്യൂണയൊക്കെ പ്രിസർവ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് സ്മെല്ല് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തിട്ടുള്ളത്, 2 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇഞ്ചി പേസ്റ്റ് അല്ലാതാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുള്ള ആ ഒരു ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചിയുടെ പേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് ഇങ്ങനെ വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ആ ഒരു ഇഞ്ചിയുടെ പേസ്റ്റ് കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അത്യാവശ്യം വലിയൊരു സൈസായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചേർത്തിട്ടുള്ളത്. ചെറിയ ടൈപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ഫിഷിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലേക്ക് മാത്രമുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി കംപ്ലീറ്റ് ആയിട്ടും ചെറിയ ഉള്ളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പകുതിയായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊരു ബാച്ചിലർ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ സാധാരണ ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ മല്ലിപ്പൊടി നമ്മളൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ഇത്രയും ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉലുവയുടെ പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ മതി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഫ്ലെയിം നമ്മൾ സിമ്മിൽ തന്നെയാണ് വെക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പൊടിയുടെതൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടൊരിത് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ആ ഒരു പച്ചമണമൊക്കെ ഒന്നിങ്ങനെ മാറിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു സവാളയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്ന് നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വരും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ ചിക്കനും മീനും ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഒരു ടിൻ ഫിഷ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മളുടെ ഒരു ടിൻ ഫിഷ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഓയിലടക്കം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് ഫിഷ് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല വലിയ ഒരു 4 മത്തിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആ ഒരു മീനെ കട്ട് ചെയ്യാതെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു ഫ്ലേവറൊക്കെ ആ ഒരു മസാലയിലേക്ക് നന്നായിട്ട് പിടിക്കും. പിന്നെ ഇതിൻ്റെ മുള്ളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ അങ്ങനെ തന്നെ നമുക്ക് മുള്ളൊന്നും കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു മുള്ളൊക്കെ ഇങ്ങനെ ദഹിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഇത്തിരി കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ ട്യൂണയൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ട്യൂണയിലൊക്കെ അത്യാവശ്യം നല്ല ഉപ്പ് ഉണ്ടാവാറുണ്ട്. ഇതിൽ ഉപ്പ് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുബൂസിൻ്റെ കൂടെയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ആക്കിയതാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് തന്നെ. ആ ഒരു മത്തിയുടെ ഒരുമാതിരി ഉളുമ്പ് ടേസ്റ്റ് ഒന്നുമില്ല, എന്നാൽ നല്ലൊരു ടൂണയുടെ ഒരു ടേസ്റ്റും, പിന്നെ ഒരു മത്തിയുടെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ലൊരു നാടൻ മത്തിയുടെ ഒരു ടേസ്റ്റും ഉണ്ട്. നമ്മളെ വീട്ടിലിങ്ങനെ ഇറച്ചിയോ മീനൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ പെട്ടെന്നായിട്ടൊരു നോൺ വെജ് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിനും പൊറാട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്.
ഈ ഒരു പാക്കറ്റിൽ റേറ്റ് 79 റുപ്പീസാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.